മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും ഭീകരർക്ക് കേരളത്തിൽ എന്താണ് കാര്യമെന്ന് കെ സുരേന്ദ്രൻ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ എന്ന പേരിൽ സോളിഡാരിറ്റി നടത്തിയ മാർച്ചിൽ ഉയർത്തിയ ചിത്രങ്ങൾ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിരോധിത ഭീകര സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചത് ആസൂത്രിതമായാണെന്നും മുസ്ലിം ലീഗും CPM-ഉമാണ് ഇത്തരം ശക്തികൾക്ക് പിന്നിലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. വഖഫ് ഭേദഗതിക്കെതിരെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് സോളിഡാരിറ്റി നടത്തിയ മാർച്ചിൽ നിരോധിത തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകന്റെയും ഹമാസ് തലവന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതിനെതിരെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം. മതഭീകരവാദ സംഘടനകൾ ഒരു നിയന്ത്രണവുമില്ലാതെ സംസ്ഥാനത്ത് പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധത്തിന്റെ പേരിൽ കോഴിക്കോട് വിമാനത്താവളം ഉപരോധിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ നീക്കമുണ്ടായത്. മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് പ്രതിഷേധത്തിന്റെ പേരിൽ ഉയർത്തിക്കാട്ടിയതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ നടന്നത് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമല്ല. ആ പ്രകടനത്തിലുടനീളം പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളും ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങളും ഈ രാജ്യത്തിനെതിരായി നിലകൊള്ളുന്ന ആഗോളതല ഭീകരവാദ സംഘടനകളുടെ സന്ദേശമായിരുന്നു. മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനും ഹമാസ് തലവനും കേരളത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുന്നത് ആസൂത്രിതമായാണ്. ഇത്തരം ശക്തികൾക്ക് പിന്നിൽ CPM-ഉം മുസ്ലിം ലീഗുമാണ്. വോട്ട് ബാങ്ക് മാത്രമാണ് ഇടത് വലതു മുന്നണികളുടെ ലക്ഷ്യം. കഫിയാണിഞ്ഞാണ് ഐക്യദാർഢ്യം. മതഭീകരവാദ സംഘടനകളുടെ തടവറയിലാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും. ഇടതും വലതും തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിധ്വംസക ശക്തികളെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും മതഭീകരവാദികളിവിടെ പ്രവർത്തിക്കുകയാണ്. ഒരു അന്വേഷണവും കേരള പോലീസ് നടത്തുന്നില്ല. അതിനുശേഷം NIA വന്ന് പല ആളുകളെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. കേരള പോലീസ് അറിഞ്ഞിട്ടേയില്ല. പോലീസ് വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല. സംസ്ഥാന സർക്കാർ കൃത്യമായ ഉത്തരം നൽകണം. കുറ്റക്കാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.